Hello guys, welcome back to our channel. Mr. and Mrs. Pandit. So today we are going to start a new series of the movie Drishyam 3. Wow, super excited for this one. Its two-part was fantabulous, right? Yes. And this, I don't know what it will be, Super but we excited have for got this. feedback that this is also good movie, so we can't wait to watch this movie as well. Can't wait actually. Yes. So here it is for you guys. Let's get started with the intro scene. But usse pehle, if you're new to this channel, please do subscribe us and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതാണ് എൻ്റെ കുടുംബം. എനിക്ക് ജയിലിൽ പോകാൻ പേടിയാ. മോള് ജയിലിൽ പോകാനോ? സാറ് ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് He did മാസം not 2-ാം break. തീയതി നിങ്ങൾ അവിടെ Not his family also. തൊടുപുഴയിലെ ഒരു ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. He just recreated that day. വിജയിക്കാൻ What trauma പരാജയപ്പെടാം. they have gone പക്ഷെ through. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോവില്ല. It's like a case that is closed, but will never close. Now what will happen in the Beginning third of third part? Past never stays silent. Past must stay silent. Oh, that means he will be caught. I don't know, something new is coming. മോൻ വിഷമിക്കരുത്, ഇതാണ് ശരി. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. ഇനി നീ ആ കുടുംബനാഥൻ. കരയല്ല, അച്ഛനെ നന്നേക്കായിട്ട് പോവില്ലല്ലോ. അമ്മയെ നോക്കണം. കൃഷ്ണകുമാർ, ഇറങ്ങാൻ സമയമായി. Things started silently. Oh, that was This is a a movie. Okay. ഓക്കെ അല്ലേ? താങ്ക് യു. ഗോഡ് ബ്ലെസ്. Actor is here. താങ്ക് യു. താങ്ക് യു. His theater. Congrats. He has written some story, I guess. സാർ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ആദ്യം നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടു? സൂപ്പറാണ് സാർ. ഇഷ്ടപ്പെട്ടു. സാർ ഈ പടം 100 കോടി കിടക്കുവോ? ഒന്നും അറിയില്ല. എന്തായാലും പടം നല്ലതെന്നൊരു കോൺഫിഡൻസ്. ഓക്കെ സാർ. പുതുമുഖ ഡയറക്ടർ ആദ്യത്തെ പടം. ഈ റെസ്പോൺസ് എല്ലാം കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹരികുമാർ സാറിനെ പോലുള്ള ഒരാളുടെ ഡേറ്റ് കിട്ടുന്നു. എൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു. അതിലെല്ലാം ഉപരി ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി producer George പണം മുടക്കി അതിൻ്റെ നിർമ്മാതാവ് ജോർജ് കുട്ടി ചേട്ടൻ, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഗുഡ് ജോബ്. ഇതിന്റെ റൈറ്റർ വിനയ് ചന്ദ്രൻ സാർ എന്താണ് പ്രീമിയറിന് വരാഞ്ഞത്? വിനയൻ സാറ് ചെന്നൈയിലാണ്, അവിടെ കാണുന്നതാണ് പറഞ്ഞത്. വിനയ് ചന്ദ്രനും പ്രൊഡ്യൂസർ ജോർജ് കുട്ടിയുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണെന്നുള്ളൊരു റൂമർ ഉണ്ടല്ലോ. അങ്ങനെ റൂമർ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും അത് സത്യമാവില്ല. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസറോട് ചോദിക്കണം. എല്ലായിടത്തും പടം ഒക്കെയാ. ഇനി ഓൺലൈൻ റിവ്യൂസും കൂടി നല്ല അഭിപ്രായം വന്നാൽ പടം അടിച്ച് കയറും. റിവ്യൂസ് മോശമാകാൻ വഴിയില്ല. അതെങ്ങനെ ആവും സാറേ? പടം സൂപ്പർ അല്ലേ? ഞാൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോവാ. ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്കണം. ആ, അത് നല്ലതാ സാറേ. പടം ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. അടിപൊളി. എൻ്റെ അഭിനയം ആ സല്യൂട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലായിരുന്നു. സൂപ്പർ. രാജ, ഞാൻ ഇവരെയും കൂട്ടി പുറകിലൂടെ ഇറങ്ങാം. മുൻവശത്ത് കുറെ മീഡിയക്കാരുണ്ട്. കുറച്ച് ഇന്റർവ്യൂസ് കൊടുക്ക് സാറേ. വേണ്ട വേണ്ട വേണ്ട, അവർക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയാം. What's going on? He ഞാൻ become ന്യൂസ് മലയാളം 24/7 celebrity now. ആണ്. എനിക്കൊരു ഇന്റർവ്യൂ വേണം സർ. സോറി, ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, ഉടനെ പോകണം. അല്ല സർ, ഇപ്പൊ വേണ്ട. എനിക്ക് വേണ്ടത് ഒരു ഫാമിലി ഇന്റർവ്യൂ ആണ്. നമുക്ക് പിന്നെ ആലോചിക്കാം. കേട്ടോ, Got a chance. സർ, ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഈ സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു സംസാരമുണ്ട്. അതായത് സാറിന്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവം ചില മാറ്റങ്ങൾ വരുത്തി പ്രസന്റ് ചെയ്തുവെന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു സർ.
അതിനൊരു ഇന്റർവ്യൂവിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാൻ പറയാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലീസ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറി. ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ എൻ്റെ കഥ തന്നെ സിനിമയാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. നിരപരാധികളായ ഒരു കുടുംബത്തെ പോലീസ് വേട്ടയാടുന്ന കഥ. അതൊരു ക്ലീശേ സാധനമായിട്ട് Somebody ഇരിക്കുന്നു. asked, he will അപ്പൊ tell. ഞാൻ അതൊന്ന് മാറ്റി ചിന്തിച്ചു. ഒരു കുറ്റം ചെയ്യേണ്ടി വരുന്ന കുടുംബത്തെ പോലീസ് പിന്തുടരുന്ന കഥ. അത് വിനയചന്ദ്രൻ സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. ഈ കഥയിൽ അദ്ദേഹത്തിന് ഒരു പുതുമ തോന്നി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത്. ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, പിന്നെ കാണാം. നിനക്ക് പടം ഇഷ്ടപ്പെട്ടോ? പിന്നെ പടം വിളിക്കും, അവർപ്പാ. Everyone blockbuster. And the real incident was more blockbuster. പ്രേക്ഷകരിൽ നിന്ന് അത്ഭുതകരമായ പ്രതികരണങ്ങളോടെ ഹരികുമാർ ചിത്രം ദൃശ്യം തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുകയാണ്. ദൃശ്യം. ഒട്ടേറെ പ്രേക്ഷകരുടെ ആവശ്യം മുന്നിൽ കണ്ട പല തിയേറ്ററുകളിലും ലേറ്റ് നൈറ്റ് ഷോകൾ കൂടി ചേർത്തിട്ടുണ്ട്. പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം റെക്കോർഡ് ട്രെൻഡിങ്ങിലാണ് ചിത്രം തുടരുന്നത്. അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. മാരകം മാരകം അതിഗംഭീരം. ഇപ്പോഴത്തെ പ്രേക്ഷക പിന്തുണയും ബോക്സ് ഓഫീസ് പ്രകടനവും വിലയിരുത്തുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്കാണ് ദൃശ്യത്തിന്റെ യാത്രയെന്ന് Out of India, സിനിമാ I വൃത്തങ്ങൾ guess. വിലയിരുത്തുന്നു. Okay, that lady. പുതുമുഖ സംവിധായകനായ അനീഷ് രാജ് സംവിധാനം ചെയ്ത് ഹരികുമാർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ വിനയചന്ദ്രനും ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റാണി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോർജ് കുട്ടിയുമാണ്. കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹരികുമാറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണെന്നാണ്. പുണ്യ ജേക്കബ് സാറേ, സാറിന് ഒരാഴ്ച ഹൗസ്ഫുള്ളായിട്ട് കിട്ടിയില്ലേ? ആ ക്യാപിറ്റൽ തിയേറ്ററുകാർ എന്നെ വിളിയോടെ വിളിയാണ്. ഒരു ടൗണിൽ 2-3 തിയേറ്ററിൽ കളിക്കാറുള്ളതല്ലേ? അങ്ങനെ പറയല്ലേ ജേക്കബ് സാറേ. ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൊടുക്കണമെന്ന് താല്പര്യമുണ്ട്. മതി, മതി. സാറേ, അവർക്ക് 2 ഷോ എങ്കിലും Full normal kind of ഇങ്ങനെ acting, കടുപ്പിടുത്തം right? പറ്റില്ല. Yeah, like normal family what happened. Normal, ekdam, pura. Real kind of things. അന്ന് ജോർജ് തന്നെ പറഞ്ഞ ചെലവ് നോക്കരുത്, ഹൈടെക് ആക്കണം, ഹൈടെക് ആക്കണം. അങ്ങനെ ഹൈടെക് ആക്കി മുടിഞ്ഞു നിൽക്കുന്ന എന്നെ പോലുള്ള തിയേറ്ററുകാർക്ക് ഇതുപോലുള്ള പടം ആശ്രയം. അപ്പോൾ നിങ്ങൾ ഈ ലോകം മുഴുവൻ കൊണ്ട് പടം കളിപ്പിക്കുന്നത് അതെ. കൊണ്ട് കളിപ്പിക്കുക. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. സംസാരിച്ചാൽ പോരാ, നടത്തണം. ജോർജിന് അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. വിളിക്കണേ. തിയേറ്ററുകാർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാകരയാ, അവര് വിട്ടുകളയോ? ഞാൻ എന്ത് ചെയ്യാനാ? ആ ഡിസ്ട്രിബ്യൂട്ടർ എന്റെ തലക്കിട്ട് വെച്ച് തന്നാ. പിന്നെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്താ വേണ്ടേ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം. കേരളത്തിന് പുറത്ത് പോയാലേ അപ്പൊ തന്നെ തിയേറ്റർ പ്രിന്റ് ഇറങ്ങും. കേരളത്തിന് പുറത്ത് ഇപ്പൊ മലയാള സിനിമയ്ക്ക് നല്ല ഡിമാൻഡാ. വെറുതെ ലേറ്റ് ആക്കി അത് കളയണോ? നമ്മുടെ സിനിമയ്ക്ക് ഇത്ര നല്ല റിപ്പോർട്ട് വരുമ്പോൾ ആ ഡിമാൻഡ് കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റീമേക്ക് സാധ്യതയുണ്ട്. സമയം കളയണ്ട രാജ, നമുക്ക് പോവാം. Bollywood. ഏത് തിയേറ്ററാന്ന് രാജനോട് പറഞ്ഞാൽ മതി. രാജ, ഞാൻ ഇറങ്ങുവാണേ. I was waiting for this ചേട്ടൻ script. ഇനി ഇങ്ങോട്ട് വരണം. മോളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു. അല്ല സാറേ, ആ കാഞ്ഞിരപ്പള്ളി പാർട്ടിക്ക് നല്ല താല്പര്യമുണ്ട്. ചേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മോളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചോന്ന്. ചേട്ടൻ ചെല്ലേ. വെറും വയറ്റി പോലെ ഇതെല്ലാം കഴിച്ചിട്ട് പോകും. Started with just a cable operator. സിനിമ കണ്ടു Now where you have reached? തോന്നിയത് നല്ലൊരു സിനിമ. ഐ എൻജോയ്ഡ് ഇറ്റ്. വേറൊരു രീതിയിലുള്ള തോട്ട്സും വന്നില്ല അല്ലേ? ഇല്ല. വെരി ഗുഡ്. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ഇനി നമുക്ക് ഈ സെഷൻസിന്റെ ഒന്നും ആവശ്യം വരില്ല. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ആവശ്യം വരുവാണെങ്കിൽ മാത്രം. ശരി ഡോക്ടർ, താങ്ക് യു. ആ അഞ്ജു, അമ്മയോടൊന്ന് വിളിക്കാൻ പറയണേ. Because of that. So much So trauma. much trauma actually. Whole family has gone through. Okay, somebody is still tracking. These Okay, this two is people, reporter. the reporters. Media people are like that only. ദൃശ്യം സിനിമ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. 2ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പതിവിന് വിപരീതമായി സിനിമ കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മികച്ച അഭിപ്രായം സൃഷ്ടിച്ച് മുന്നേറുമ്പോഴും നമ്മുടെ ഹീറോ ആണല്ലോ. ദൃശ്യം പുറത്ത് റിലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ജോജുട്ടി, ഹാപ്പി അല്ലേ? പിന്നെ നമുക്ക് ഔട്ട്സൈഡ് കേരളയും ഓവർസീസ് ഉടൻ റിലീസ് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നെ വിളിച്ചോണ്ടിരിക്കുക. ആൻഡ് ദേ ആർ ഓഫറിംഗ് ഗുഡ് ഫിഗേഴ്സ് ഓൾസോ. സാർ, നമുക്ക് കൊടുക്കാം സാർ. അതാ നല്ലത്. അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയണം സാർ. ഞാൻ പറയാം. സാർ, ഓക്കെ സാർ. ഓക്കെ. കണ്ടോ,
പിടിച്ചു വെച്ചതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. സംഭവമൊക്കെ ശരിയാ. പക്ഷെ സാറെടുത്ത് ഭയങ്കര പടത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? Businessman. ഒന്നും പറ്റില്ല. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമ നമുക്കൊരു വിശ്വാസം വേണ്ടേ? അല്ല അത് ഇത് പുറത്തുനിന്നുള്ള കോളാണല്ലോ. Oof, international call. Hello, hi. Is it George Kuti? യെസ്. Good afternoon. My name is Shahid Ahmed. I'm calling from Universal. ഹരി സാർ കോൾഡ്. Oh, great. So we would like to discuss the possibility of distributing our film Drishyam outside of India. How much? How much? We can discuss that. Offer. Do you have a figure in mind? No, you tell. Are you okay with profit sharing? Sir, no. Okay, so shall I call you in the evening? No. Tomorrow. All right, then I'll give you a call tomorrow. Sir, okay, sir. Okay, thank you so much. Okay, bye. Bye. His acting is so സാറേ natural. കഴിഞ്ഞോ? ആ. ഡോക്ടറിനെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ദൃശ്യത്തിന്റെ പ്രീമിയർ ഷോയിൽ വെച്ച് കണ്ടായിരുന്നു. ഓ, ഇപ്പൊ ഓർക്കുന്നു. സൈക്കോളജിസ്റ്റ് അല്ലേ? അതെ. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് നമ്പർ ഒന്ന് തരുമോ? അതിനെന്താ, തരാലോ. ചായ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവർ പറയുന്നത് വിശ്വസിക്കുക, അത്ര തന്നെ. ഞാൻ ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത്. ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാം. ചുമ്മാ. ശരി. ഞാൻ ആദ്യം ഇതൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് വിളിക്കാം. അതെ, ആ മത്തായി ചേട്ടൻ കുറേ നേരമായിട്ട് കാത്തിരിക്കുക. ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. ഹരിക്കതിന് താല്പര്യം കാണും. അതിൻ്റെ പേര് ശമ്പളം കൂട്ടാമല്ലോ. അങ്ങനെ മതി. ശരി എന്നാ. അച്ഛൻ ഈയിടെയായിട്ട് ഭയങ്കര ആബ്സെന്റ് മൈൻഡ് കേട്ടോ. ജോർജ് കുട്ടി, അത് ഹാൻഡ് ആവില്ല. ഞാൻ തുടച്ചോളാം. ജോർജ് കുട്ടി പുറത്തേക്ക് ചെല്ല്. മത്തായി ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. മോളെ, അടുക്കളയിൽ നിന്നൊരു തുണിയെടുത്ത് ഇത് ക്ലീൻ ചെയ്തേക്കണേ. അവര് വലിയ താല്പര്യത്തിലാണല്ലോ പോയത്. അഞ്ജുവിനെ ഇഷ്ടമായിന്ന് അപ്പൊ തന്നെ പയ്യന്റെ അമ്മേനോട് പറഞ്ഞതാ. പിന്നെ കേസിന്റെ കാര്യമെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ പെൺകുട്ടി മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് അവരോട് ആരോ പറഞ്ഞത്രേ. അയ്യോ, അത് അങ്ങനെയുള്ള ചികിത്സയൊന്നും അല്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടതാണ്. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ അവരോട് പറഞ്ഞവർ ഇതൊന്നും ആയിരിക്കില്ല പറഞ്ഞേക്കുന്നേ. ജോർജ് കുട്ടി, നമുക്ക് വേണമെങ്കിൽ ആ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചാലോ? ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാം. നല്ലൊരു കേസായിരുന്നേ. അല്ല, പിന്നെ അവളുടെ ഷെയറിന്റെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം. ആയിക്കോട്ടെ, ഞാൻ അത് സൂചിപ്പിക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട്. Why to give the daughter to this house who are not interested and who has denied the proposal? Why to go behind them? Because he is thinking like She is illness. താല്പര്യമില്ലാത്തവരെ ടെംപ്റ്റ് ചെയ്ത് സമ്മതിപ്പിക്കാൻ നോക്കുകയാണോ? ഡൗറി പ്രതീക്ഷിച്ച് വരുന്നവരെ ചേച്ചിക്ക് വേണ്ടാന്ന് ചേച്ചി ആദ്യമേ പറഞ്ഞല്ലേ. ഇത് ഡൗറി അല്ല മോളെ, ഷെയറാ. രണ്ടും ഒന്ന് തന്നെയാ. അച്ഛനെങ്കിലും ഞങ്ങൾ പറയുന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ? കുറെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ചേച്ചിയെ കെട്ടിച്ച് വിടാനൊന്നും അല്ല ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ വന്നിരിക്കുന്ന നല്ലൊരു ബന്ധമാണ്, നല്ല ആൾക്കാരാ. പക്ഷെ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ സാധാരണ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങളും ചിന്തിച്ചുള്ളൂ. അപ്പൊ ഈ ഓഫറിൽ അവർ വീണ നമ്മളത് നടത്തുവോ? വേണ്ട, മോള് പറഞ്ഞത് ശരിയാണ്. മോള് പറഞ്ഞതിലും കാര്യമുണ്ട് റാണി. She was so small at the part one. Now she has become lady. അവൾക്ക് നല്ലൊരാളെ Same characters they have chosen.
He is also പിന്നെ getting നിങ്ങളോട് released വരാൻ after പറഞ്ഞത് many ജോർജ് years. കുട്ടിയോട് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനാ. അഞ്ജു അനുവും ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കേസിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണ്. ലോകത്തിലെ ഏത് മക്കളും സ്വന്തം അച്ഛനെ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ ജോർജ് കുട്ടിയെ വിശ്വസിക്കുന്നതെന്ന് അറിയാവോ? പക്ഷേ അവരിന്ന് വലിയ കുട്ടികളാ. അവരുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളും ഉണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ കഴിയൂ. പറ്റുമെങ്കിൽ അവരെയും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യേ. They went for some short vacation. വക്കീലേ, വക്കീൽ ഞാൻ വിളിച്ചിട്ട് വന്നു. Nice place, ഡോക്ടർ right? രഞ്ജിനി മാഡം പറഞ്ഞു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ Very nice. ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ടെന്ന്. ഗുഡ് ഈവനിങ്. സോറി, ഞാൻ ഒരു അല്പം ലേറ്റ് ആയി പോയി. ഇല്ലില്ല. സിനിമ നന്നായി പോകുന്നല്ലേ? ആ, നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വക്കീലിന് എന്താ? നോ, ഐ എം ഗുഡ്. ഞാൻ കഴിച്ചിട്ടാ വന്നേ. ആ, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോ. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല അച്ഛാ. ഈ കേസ് എന്തായി? ഇത് അവസാനിച്ചോന്നറിയാനാ. ടെക്നിക്കലി അവസാനിച്ചിട്ടില്ല, പ്രാക്ടിക്കലി അവസാനിച്ച പോലെയാ. നമ്മുടെ നാട്ടിൽ തെളിയാതെ കിടക്കുന്ന ധാരാളം കേസുകളുണ്ട്. അതിലൊന്നായിട്ട് ഇത് മാറും. അപ്പോ പോലീസ് ഇനി ഇത് അന്വേഷിക്കില്ല? അവർ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. പേരിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആ പയ്യന്റെ ഫാമിലി ഈ കേസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ അവർക്ക് വേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് They moved out of India, no? But still, they were ഇനിയിപ്പോ police ആർക്കാ and ഇതിന്റെ all, പിന്നാലെ നടക്കാൻ താല്പര്യം? and they have a lot of money. ഏതാ പ്രഭാകർ ഇതങ്ങനെ വിട്ടുകളയോ? ഷീസ് ഇൻ ഡിപ്രഷൻ. പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ പോലീസിന് ഇനി ഈ കേസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അത് അല്ല, മോൾക്ക് എന്തോ ചോദിക്കാനുണ്ട്. മോള് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. ഇനിയും അങ്ങനെ സംഭവിച്ചൂടെ? DNA വൈരുദ്ധ്യം കാരണം ഹൈക്കോടതി നമ്മുടെ കേസ് കോഷ് ചെയ്തല്ലേ? അച്ഛനത് എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പോലീസ് അത് വീണ്ടും കണ്ടുപിടിച്ചാലോ? ആ റിമൈൻസ് എവിടെന്നെങ്കിലും കിട്ടിയെന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്കെതിരുള്ള എവിഡൻസ് ആകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളെ കണക്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിച്ചതിന് നമ്മൾ എന്തിനാ പേടിച്ചത്? അന്ന് ജോർജ് കുട്ടിയെ കണ്ടൊരു സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അതായത് സാഹചര്യ തെളിവുകളുടെ ബലം കൂടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇനി ബോഡി റിമൈൻസ് കിട്ടാത്തിടത്തോളം കാലം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള പുതിയ സാഹചര്യ തെളിവുകൾ കിട്ടിയാൽ സാധിക്കും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അത് എന്നെ This ഉപയോഗിച്ചു. movie has shown like This case you is have to over. be so much calm and quiet. That's why I am very much attentive. പോലീസിന് നിങ്ങൾക്കെതിരെ തെളിവില്ല. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാവർക്കും എതിരെ ഇപ്പോൾ ഒരു It പ്രൊപ്പഗാൻഡ shows നടക്കുന്നുണ്ട്. also, right? Correct. If you Social do any media. അത് crime, seasonലല്ലേ? you be calm and പുതിയ topic quiet. വരുമ്പോൾ it will die down. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. റാഷണലായി ചിന്തിക്കുന്ന ഒരാളും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. They can't let it go because they know, right? They are the one who ഇല്ല, has done എനിക്ക് this. ഇടയ്ക്ക് ഒരു So, ക്ലൈമറ്റ് ഉണ്ട്. And ഞാൻ what ഇങ്ങനെ kind ഒരു of ആവശ്യമായതുകൊണ്ടാ challenges they have ഓടിപ്പിടിച്ചിങ്ങ് faced. വന്നത്. correct. They have already faced. വലിയ They ബുദ്ധിമുട്ടായി. doesn't want to ഏയ്, go through that ഞാൻ same വക്കീൽ kind കേസിൽ of അഡ്ജസ്റ്റ് phase. ചെയ്തോളാം. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ, അവരുടെ ചിന്തകളും മാറി തുടങ്ങി. അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞു. ബി പോസിറ്റീവ്. So the lawyer knows everything, right?
Yeah, the lawyer knows everything actually. See, lawyer है उसको तो बोलना ही पड़ेगा पूरा सच right. कि मैं ही उसको मतलब बॉडी को ठिकाने लगाया. अच्छा एसिड यूज किया था वो लोग. I forgot that. Bone and all. Okay, so that means there is no trace, right? So No trace. But so some why evidence, there- something can come, right? something can come This out of kid, nowhere. They don't Correct. know, right? They what don't is- know this actually. Correct. Yeah. So, yeah. So what a movie, guys! I think Now I it think is we going again silently. have to see those parts actually, because it's been a while, and what has happened, like point by point, minute details. If you want to, recall again, it would be good. But yeah, we know most of the stories, everything we know, but this execution also is very much natural. So natural, like So it is, realistic. the thing is going so naturally. Normally, like it How doesn't, people have it doesn't behave in home like that. need to know that some kind of movie is going Correct. on, right? It is flowing in a natural way. That is the beauty of his acting. George Kutty. George Kutty's acting, right? So much happy we are today because this is a famous masterpiece movie sequel we are watching, right? So yes, this is part 1. I hope you have enjoyed our reaction. If you do so, please don't forget to subscribe, guys, and also please click on the like button to like this video and share this video with your friends and family. See you in our next video. Till then, bye.